Good morning. Welcome back to our new session. ഇന്ന് നമ്മൾ നോക്കുന്നത് ഡിസ്ലെക്സിയ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ലേണിംഗ് ഡിസബിലിറ്റീസ് എന്താണെന്നും ഏതൊക്കെ ടൈപ്പ് ആണുള്ളത്. അതിൽ ഒന്നാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി ദാറ്റ് അഫക്ട്സ് റീഡിംഗ് ആൻഡ് റിലേറ്റഡ് ലാംഗ്വേജ് ബേസ്ഡ് പ്രോസസ്സിംഗ് സ്കിൽസ്. It is neurological in origin and often runs in families. Children with dyslexia may have difficulty recognizing words, spelling, and reading fluently. Definition: dyslexia is a specific learning disability that is neurobiological in origin. It is characterized by difficulties with accurate and fluent word recognition and by poor spelling and decoding abilities. ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് അതൊരു ന്യൂറോബയോളജിക്കൽ ആണ്, ഡിസബിലിറ്റി ആണ്. അതിൽ ഡിഫിക്കൽട്ടീസ് വരുന്നത് ഫ്ലുവന്റ് ആയിട്ട് വേർഡ്സ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാതിരിക്കുക, സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റാതിരിക്കുക, നമുക്കത് ഡീകോഡ് ചെയ്യാനുള്ള എബിലിറ്റീസ് ഇല്ലാതിരിക്കുക. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫിക്കൽട്ടി റീഡിങ് വേർഡ്സ് ആക്യുറേറ്റ്ലി ആൻഡ് ഫ്ലുവന്റ്ലി, പുവർ സ്പെല്ലിംഗ് ആയിരിക്കും. അതുപോലെ റൈറ്റിംഗ് സ്കിൽസും വളരെ സ്ലോ ആയിരിക്കും. ഡീകോഡ് ചെയ്ത് എഴുതാനോ പറയാനോ അവർക്ക് പറ്റാതെ വരുന്നത്, മെമ്മറിയിൽ പ്രോബ്ലംസ് ഉണ്ടാവുക, കൺഫ്യൂഷൻ വിത്ത് ലെറ്റേഴ്സ് ലൈക്ക് ബി, ഡി, പി, ക്യൂ. ബി കാണുമ്പോൾ ഡി ആയിട്ട് തോന്നുക, പി കാണുമ്പോൾ ക്യൂ ആയിട്ട് തോന്നുക, അല്ലെങ്കിൽ പിക്ക് പകരം ക്യൂ എഴുതുക, ബിക്ക് പകരം ഡി എഴുതുക. സ്ലോ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്പീഡ്, വളരെ സ്ലോ ആയിട്ടായിരിക്കും ഇവിടെ റൈറ്റിംഗ് സ്പീഡ് വരുന്നുണ്ട്. ഇതിന്റെ കോസസ് എന്ന് പറയുന്നത് ജനറ്റിക് ഫാക്ടേഴ്സ് വരുന്നുണ്ട്, ബ്രെയിൻ സ്ട്രക്ചറിൽ വരുന്ന പ്രോബ്ലംസ് കൊണ്ടിട്ട് വരുന്നുണ്ട്, സൗണ്ട്സ് ലാംഗ്വേജ് അവർക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റാതിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുക. ഇപ്പം നമ്മൾ അവരോട് ബാഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ എഴുതുന്നത് ഡാഡ് എന്നായിരിക്കും. അതുപോലെ ഇപ്പൊ നമ്മൾ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന് പകരം പി ആയിട്ട് തോന്നുക. ഇതുപോലെ എഴുതുന്നതിലും വായിക്കുന്നതിലും അവർ മിസ്റ്റേക്സ് ഉണ്ടാക്കും. ചില സമയത്തൊക്കെ ചില ആളുകളുടെ കേസസിൽ ഇത് വരുന്നത് പ്രീമച്വർ ബർത്ത് കൊണ്ടിട്ടോ അതല്ലെങ്കിൽ ലോ ബർത്ത് വെയിറ്റ് കൊണ്ടിട്ടോ വരാവുന്നതാണ്. ഇനി നേരത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് അവര് സംസാരിക്കുന്നതിന് വൈകല്യം കൊണ്ടിട്ട്, അതല്ലെങ്കിൽ പേരുകൾ ഓർത്തെടുത്ത് പറയാനുള്ള ബുദ്ധിമുട്ട്, ലെറ്റേഴ്സ് മെയിനായിട്ട് ലെറ്റേഴ്സ് അല്ലെങ്കിൽ സൗണ്ട്സിന്റെ ഒക്കെ കാര്യത്തിൽ, റൈംസും സോങ്സും ലേൺ ചെയ്യുന്നതിൽ വരുന്ന ബുദ്ധിമുട്ട്, ഡയറക്ഷൻസ് ഫോളോ ചെയ്യുന്നതിൽ വരുന്ന ബുദ്ധിമുട്ട്, ചില വേർഡ്സ് അവർക്ക് എഴുതിയിട്ടുള്ള ചില വാക്കുകൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതിൽ ട്രബിൾസ് വരുന്നതുകൊണ്ട്, ട്രബിൾ ഉണ്ടാകുന്നതിൽ. ഇനി ഇതിന്റെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് നമുക്ക് സൈക്കോളജിസ്റ്റിന്റെയോ അതല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് ഇത് ഡയഗ്നോസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. അത് ഡയഗ്നോസ് പ്രധാനമായിട്ട് ചെയ്യുന്നത് അവർക്ക് അസസ്മെന്റ് കൊടുക്കും. റീഡിങ്ങിന് വേണ്ടിയിട്ട് എഴുതുന്നതിലും വായിക്കുന്നതിലും എല്ലാം അസസ്മെന്റിലൂടെ മാത്രമാണ് ഇവർക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഡെവലപ്മെന്റൽ ഡിലേസ് ഉണ്ടോ, മെഡിക്കൽ, എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി, ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഇവര് ഏതാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതുപോലെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള റീഡിംഗ് ടെസ്റ്റും കോഗ്നിറ്റീവ് ടെസ്റ്റും ഒക്കെ നടത്തുന്നു. ഇനി ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ടീച്ചിങ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് മൾട്ടി സെൻസറി ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് യൂസ് ചെയ്യുക, വിഷ്വലും ഓഡിറ്റർ കൈനത്തറ്റിക്കും ഒക്കെ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ക്ലാസ് കൊടുക്കുക എന്നുള്ളത്, എക്സ്ട്രാ ടൈം ഇവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്, ഫോണിക് ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ലേണിംഗ് ചെറിയ ചെറിയ നമ്മള് സ്റ്റെപ്സിലൂടെ വലിയ കാര്യങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കുക എന്നുള്ളത്, ഓഡിയോ ബുക്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഈ ഓഡിയോ ആയിട്ട് കുട്ടികളെ കൊടുത്തിട്ട് അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നതിലൂടെ അവർക്ക് കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഓറൽ റെസ്പോൺസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നതിന് പകരം റിട്ടേൺ വർക്ക് അവർക്ക് ആവശ്യമുള്ള കൂടുതൽ നമ്മൾ കൊടുക്കുക. നമ്മൾ റിട്ടേൺ കൊടുക്കുന്നതിന് പകരം ഓറൽ ആയിട്ടുള്ള റെസ്പോൺസസ് കുട്ടികൾക്ക് കൂടുതലായിട്ട് കൊടുക്കുക. പിന്നെ ക്ലാസ് റൂമിൽ നമുക്ക് അത്യാവശ്യമായിട്ട് സപ്പോർട്ടുകളൊക്കെ കൊടുക്കാൻ പറ്റും. ക്ലാസ് റൂം എൻവയോൺമെന്റിലൊക്കെ സപ്പോർട്ടീവായിട്ട് കൊടുക്കുക, കൂടുതൽ പ്രഷർ കുട്ടികൾക്ക് ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക, പോസിറ്റീവായിട്ടുള്ള ഒരു